പ്രിയപ്പെട്ടവരെ, വോട്ട് വർത്തമാനത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. നമ്മളിങ്ങനെ പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള അവലോകനങ്ങളാണ് നടത്തി വരുന്നത്. ഇത്തവണ നമ്മൾ എത്തുന്നത് ചാലക്കുടി മണ്ഡലത്തിലാണ്. ചാലക്കുടി മണ്ഡലം പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്, ലോക്സഭാ മണ്ഡലം. അവിടെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഞാനും ജോലും ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ആദ്യം ജോൽ കയ്പമംഗലത്ത് പോകാം. കയ്പമംഗലം എങ്ങനെയാണ് അവിടുത്തെ ഒരു സാഹചര്യം? അവിടെ കെ വത്സരാജാണ് CPIക്ക് വേണ്ടി മത്സരിക്കുന്നത്, കോൺഗ്രസിന് വേണ്ടി TM നാസർ, BDJSക്ക് വേണ്ടി അതുല്യ ഘോഷ്. എന്താണ് അവിടുത്തെ സാഹചര്യം? ചേട്ടാ, കയ്പമംഗലം എന്ന് പറയുന്നത് പഴയ കൊടുങ്ങല്ലൂർ മണ്ഡലം. 2014 ഡീലിമിറ്റേഷന് ശേഷം കയ്പമംഗലം എന്ന് പറഞ്ഞ നിയോജക മണ്ഡലം പിന്നെ ഇന്നത്തെ രൂപഘടന എന്ന് പറയുന്നത് പഴയ കൊടുങ്ങല്ലൂർ മണ്ഡലം. ആ കൊടുങ്ങല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത് LDFന്റെ സർവാധിപത്യമുള്ള മണ്ഡലമാണ്, പ്രത്യേകിച്ച് CPIക്ക്. ആ ഒരു സാധ്യത തന്നെയാണ് ഇപ്പോഴും നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് ഏത് കൊടുങ്കാറ്റിലും മുലയാത്ത LDFന്റെ കോട്ട തന്നെയാണ് നമുക്ക് കയ്പമംഗലം എന്ന് പറയാൻ സാധിക്കും. അതായത് ടൈസൺ മാഷ് കഴിഞ്ഞ തവണ MLA ടൈസൺ മാഷിനെ ഇപ്പോൾ PD സതീശനെതിരെ മത്സരിക്കാൻ പറവൂരിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ ആ ഒരു റീജിയനിലുള്ള കുറച്ച് ഏരിയാസ് പണ്ട് CPIയുടെ കുത്തകയാണ്. ഇപ്പൊ പറവൂര് പോലും, പറവൂര്, കൊടുങ്ങല്ലൂര്, കയ്പമംഗലം മീൻസ് ആ ഒരു ഏരിയ, ആ ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയൊരു CPI ശക്തി കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോഴും അതിന്റെ ശക്തി ചോരാതെ കയ്പമംഗലം ഇപ്പോഴും കടലോര പ്രദേശമൊക്കെ ഉള്ള സ്ഥലമാണ്. എന്നാൽ പോലും അവിടെ ഒരു LDF ബെൽറ്റ്, അതായത് CPIയുടെ ഒരു വലിയ സ്വാധീനം, അതിനെ അട്ടിമറിക്കാൻ UDFന് സാധിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കെ വത്സരാജ് എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് അദ്ദേഹം ആ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം CPIയുടെ ആര് വന്നു കഴിഞ്ഞാലും വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. അദ്ദേഹത്തിന് പ്രത്യേക സ്വാധീനം അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടിയാണ്. ഒരു UDF വേവ് ഉണ്ടാകുകയാണെങ്കിൽ പോലും ഒരിക്കലും അട്ടിമറിക്കാൻ സാധിക്കാത്ത ഒരു മണ്ഡലമാണ് കയ്പമംഗലം. TM നാസറിന് പ്രത്യേകിച്ച് റോളില്ല. കയ്പമംഗലം എന്ന മണ്ഡലത്തെക്കുറിച്ചാണ് നിങ്ങൾ പറഞ്ഞത്. അവിടെ LDF തന്നെ തുടരും, അല്ലെങ്കിൽ CPIയുടെ ഒരു മെജോറിറ്റി ഉള്ളൊരു സ്ഥലമാണ്. അവിടെ അവർ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചാലക്കുടി തന്നെ ആയിക്കോട്ടെ അല്ലേ? ചാലക്കുടി ഇത്തവണ ബിജു ചിറയത്താണ് മത്സരിക്കുന്നത് LDFന് വേണ്ടി. ഇപ്പോഴത്തെ MLA ആയ TJ സനീഷ് കുമാർ, അതുപോലെ തന്നെ ചാർലി പോൾ 2020 സ്ഥാനാർത്ഥി. ഇവർ 3 പേരുമാണ് ഇവിടെ മത്സരാർത്ഥികൾ. എന്താണ് അവിടുത്തെ സാഹചര്യം? ചാലക്കുടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2009 ഡീലിമിറ്റേഷന് മുമ്പ് അത് പൂർണ്ണമായിട്ടും UDFന്റെ കൂടെ നിന്നൊരു മണ്ഡലമായിരുന്നു. 2008 ഡീലിമിറ്റേഷന് ശേഷം 2 പേർക്കും വിജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായി ഇന്നത്തെ ചാലക്കുടി മണ്ഡലം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ LDF ആ മണ്ഡലത്തിൽ തോൽക്കാൻ കാരണം, അതായത് 2016 ഇലക്ഷനിൽ BD ദേവസ്യ എന്ന CPMന്റെ കാൻഡിഡേറ്റ് വളരെ വലിയൊരു മെജോറിറ്റിയിൽ ജയിച്ചൊരു മണ്ഡലമായിരുന്നു. കഴിഞ്ഞ തവണ LDF തോക്കാൻ പ്രധാന കാരണം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ഈ സീറ്റ് മുന്നണി ധാരണയുടെ അടിസ്ഥാനത്തിൽ വെച്ച് മാറുകയുണ്ടായി. അപ്പോഴാണ് ഡെന്നിസ് ജോസഫ് എന്നൊരു കാൻഡിഡേറ്റ് ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് കോൺഗ്രസിൽ നിന്ന് മാറി പെട്ടെന്ന് കേരള കോൺഗ്രസ് മാണിയുടെ സ്ഥാനാർത്ഥിയായി മാറിയായിരുന്നു ആ ഒരു സ്ഥാനാർത്ഥി. അദ്ദേഹം ആ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം ഫോക്കസ് ചെയ്ത് നിന്നിരുന്നു. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാല് സനീഷ് കുമാർ ജോസഫ് അത്രത്തോളം പോപ്പുലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത്ര വലിയ പോപ്പുലർ അല്ലെങ്കിലും മണ്ഡലം വലിയ തഴക്കേടില്ല നോക്കിയെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ അവസാനം ടോൾ പാസയ്ക്കെതിരെ അവിടെ നടന്ന സമരങ്ങളെല്ലാം അദ്ദേഹത്തിന് ഒരു മുൻതൂക്കം നൽകിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് തന്നെ ഈ സീറ്റ് വന്നപ്പോൾ കഴിഞ്ഞ തവണ സംഭവിച്ചത് CPMന്റെ ബേസിക് വോട്ടുകളിൽ കുറച്ചൊക്കെ ഈ സ്ഥാനാർത്ഥി മീൻസ് ഈ ഘടകകക്ഷിക്ക് കൊടുത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും വീണില്ല. അതുകൊണ്ടാണ് LDF തരംഗത്തിന്റെ പുറത്ത് ഒരു പക്ഷേ LDF വിജയിക്കേണ്ട ഒരു സീറ്റ് BD ദേവസ്യായിരുന്നു 8 മണിക്ക് തന്നെ ആ സീറ്റ് ഇത്രയാവുമ്പോൾ തന്നെ ആ സീറ്റ് വിജയിക്കുമായിരുന്നു. പക്ഷെ സനീഷ് കുമാർ ജോസഫ് ഭാഗ്യം ചെയ്തൊരു കാൻഡിഡേറ്റ് ആണ്. നമ്മൾ പലരെ പറ്റി പറയുന്ന പോലെ ഇത്തവണ ആയാലും ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജു ചിറയത്ത് എന്ന് പറഞ്ഞ ഒരാളെയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം സ്ഥാനമോഹിയായിട്ടുള്ള സ്ഥാനാർത്ഥിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് UDFന്റെ കോൺഗ്രസിന്റെ കൗൺസിലർ ആയിരുന്നു. അദ്ദേഹം പെട്ടെന്ന് സീറ്റ് കിട്ടിയപ്പോൾ പാർട്ടി മാറി കേരള കോൺഗ്രസ് മാണിയിലേക്ക് പോയാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിരായിട്ടുള്ളൊരു വികാരമുണ്ട്. കഴിഞ്ഞ തവണ LDFന് അവിടെ സംഭവിച്ച അതേ കാര്യം തന്നെയാണ് ഇത്തവണയും അവിടെ സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ കഴിഞ്ഞ തവണത്തിനെക്കാളും സനീഷ് ജോസഫിന്റെ ഭൂരിപക്ഷം കൂടി, കാരണം മണ്ഡലത്തിൽ നിന്നിട്ടുണ്ട്. അപ്പം പിന്നെ കഴിഞ്ഞ തവണത്തെ അതേ വികാരം നിൽക്കുന്നു. കഴിഞ്ഞ തവണ LDF വേവ് ആണെങ്കിൽ ഇത്തവണ UDF വേവും കൂടി ആയതുകൊണ്ട് മീൻസ് വേവിന്റെ സാധ്യത ഉള്ളതുകൊണ്ട് ട്രെൻഡിന്റെ സാധ്യത. ചാർലി പോൾ അവിടെ കഴിഞ്ഞ തവണ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച കാൻഡിഡേറ്റ് ആയിരുന്നു. പക്ഷെ ചാർലി പോളിന് 2020 എന്തുമാത്രം വോട്ട് അവിടെ സമാഹരിക്കാൻ സാധിക്കുന്ന ചോദ്യം. 2020 ഒറ്റയ്ക്ക് നിന്നപ്പോൾ ഉള്ള ശക്തി NDAയുടെ കൂടെ വന്നപ്പോൾ 2020 ഇല്ല എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും.
അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ സനീഷ് കുമാർ ജോസഫിന് തന്നെയാണ് ഈ മണ്ഡലത്തിൽ വിജയ സാധ്യത കൂടുതൽ. സോറി, എന്തായാലും നമ്മൾ ചാലക്കുടി മണ്ഡലത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ വീണ്ടും സനീഷ് കുമാർ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം കൊടുങ്ങല്ലൂരായാലോ? കൊടുങ്ങല്ലൂർ VR സുനിൽ CPIക്ക് വേണ്ടിയും അതുപോലെ തന്നെ OJ ജനീഷ് കോൺഗ്രസിന് വേണ്ടിയും വർഗീസ് ജോർജ് 2020 വേണ്ടിയുമാണ് മത്സരിക്കുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ചേട്ടാ, പലർക്കും അറിയാത്തൊരു പലരും മനസ്സിലാക്കാത്തൊരു കാര്യമാണ് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. ഇന്നത്തെ കൊടുങ്ങല്ലൂർ മണ്ഡലം എന്ന് പറയുന്നത് പഴയ മാള മണ്ഡലമായിരുന്നു. മണ്ഡല പുനർനിർമ്മാണത്തിന് ശേഷം പഴയ കൊടുങ്ങല്ലൂർ പോയി, അത് കയ്പമംഗലമായിട്ട് മാറി. പക്ഷെ ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ കൊടുങ്ങല്ലൂരിന്റെ 1-2 പഞ്ചായത്തുകൾ മാത്രം കൂട്ടിച്ചേർന്ന് ബാക്കി മാള മണ്ഡലത്തിന്റെ പൂർണ്ണമായിട്ടും വന്നതുകൊണ്ടാണ്. അതാണ് 2011 ഇലക്ഷനിൽ 12,000 വോട്ടിന് നമ്മുടെ TN പ്രതാപൻ അവിടെ വിജയിച്ചത്, UDFന്റെ കാൻഡിഡേറ്റ് ആയിട്ട്. പക്ഷെ അതാണ് പറയുന്നത്, മാളയുടെ മാണിക്യമായിട്ട് K കരുണാകരൻ നിന്ന ഒരു മണ്ഡലമാണ് ഈ കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും VR സുനിൽ എന്ന് പറഞ്ഞ അവിടെ പഴയ MLA മകനൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ 5 വർഷത്തിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ്, പല മണ്ഡലത്തിലും MLA-മാരുടെ പെർഫോമൻസ് ആണ് കോൺഗ്രസിനെ UDFനെ വിജയത്തിലേക്ക് എത്തിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇത്തവണ കുറച്ച് മോശമായിരുന്നു. അപ്പം OJ ജനീഷ് എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. അത് മാത്രമല്ല, അദ്ദേഹം മാളാക്കാരനാണ്. ഈ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് അദ്ദേഹത്തിന് നല്ലപോലെ ഉണ്ട്. പിന്നെ അദ്ദേഹം അവിടെ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത് അങ്ങനെ ജീവിതം തുടങ്ങി പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതാണ്. അദ്ദേഹം ആ മണ്ഡലത്തിൽ ഫോക്കസ്ഡ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു പക്ഷേ പ്രസിഡന്റ് ആയാലും ശരി ഇല്ലെങ്കിലും ശരി സീറ്റിന് ഒരു ക്ലെയിം ഉണ്ട് എന്ന് അദ്ദേഹം നേരത്തെ വാദിക്കായിരുന്നു. പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടായതും അദ്ദേഹം പെട്ടെന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റായി മാറുകയും ചെയ്തു. ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ഈ മണ്ഡലം വളരെ ടൈറ്റ് ആവും. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിന്റെ സ്വഭാവം മാറിയിട്ടുണ്ട് പ്രതിഭേട്ട. ഈ മണ്ഡലം ഞാൻ പറയും, LDFന് അനുകൂലമായ ഒരു വേവ് വരുമ്പോൾ LDFന്റെ കൂടെ നിൽക്കുകയും UDFന് അനുകൂലമായ വേവ് വരുമ്പോൾ UDFന്റെ കൂടെയും ഇന്നത്തെ സമയത്ത് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പഴയ മാള മണ്ഡലമാണ്. ആ ഒരു വികാരം ഉണർത്താൻ ഇത്തവണ UDFന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പലരും നോക്കാത്ത പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, എല്ലാവരും കൊടുങ്ങല്ലൂര് LDFന്റെ കുത്തക എന്ന് മീൻസ് പഴയ കൊടുങ്ങല്ലൂർ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അത് കയ്പമംഗലമായിട്ട് പോയി കഴിഞ്ഞു. ഇന്നത്തെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ കൊടുങ്ങല്ലൂരിന്റെ ഒരു പഞ്ചായത്തും പിന്നെ ബാക്കി മാളയും കൂടെ ചേർത്തപ്പെട്ടതാണ്. മാള മണ്ഡലം തന്നെയാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ മണ്ഡലം. K കരുണാകരൻ മത്സരിച്ച് വിജയിച്ച് മാളയുടെ മാണിക്യമായ ആ മാള മണ്ഡലമാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂർ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തുകൊണ്ടായിരിക്കും B ഗോപാലകൃഷ്ണൻ മത്സരിക്കണം എന്നൊക്കെ തോന്നുന്നത്? അത് വല്ല ഡീലുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. പക്ഷെ എനിക്ക് CPM ആയിട്ട് അത്ര വലിയ ഡീലൊന്നും വെക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു 2020 ഒരു സീറ്റ് കൊടുക്കുക ഒരു ധാരണയുടെ പുറത്തിട്ട് അങ്ങനെ പോയതായിരിക്കും. ഈ ഡീല് ശരിക്കും വരുന്ന CPIM ആയിട്ടാണ് വരുന്നത്. CPIM ആയിട്ട് വലിയ ഡീലൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ സ്വാഭാവികമായിട്ടും ഇത്തവണ OJ ജനീഷ് ചെറിയൊരു മാർജിനിൽ വിജയിച്ച് വരാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ചെറിയൊരു മാർജിനിൽ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. ആ മണ്ഡലത്തിന്റെ ഘടനയും സ്വഭാവവും MLA-യുടെ പെർഫോമൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ മണ്ഡലം ഒരു വേവ് UDFന് അനുകൂലമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അട്ടിമറി എന്ന് വേണമെങ്കിൽ പഴയ മാള മണ്ഡലത്തിലേക്ക് നമുക്ക് അട്ടിമറി തിരിച്ച് മണ്ഡലം ഈ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൊടുങ്ങല്ലൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ നമുക്കറിയാം, കർച്ചരം പിടിച്ചതൊക്കെ ആകെ ബഹളമായിരുന്നു അവിടെ ഇപ്പോൾ LDFന് വേണ്ടി ബേസിൽ പോളും കോൺഗ്രസിന് വേണ്ടി മനോജ് മൂത്തേട്ടനും അതുപോലെ 2020 വേണ്ടി GB പാത്തിക, ഇവർ 3 പേരുമാണ് മത്സരിക്കുന്നത്. എന്താണ് അവിടുത്തെ സാഹചര്യം ഇത്തവണ? മൂന്ന് പാർട്ടിയുടെയും സ്ഥാനാർത്ഥി നിർണ്ണയം ഒന്ന് ഇതായി പോയ മണ്ഡലമാണ് പെരുമ്പാവൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പെരുമ്പാവൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് UDFന്റെ ഉറച്ചൊരു മണ്ഡലം തന്നെയാണെന്ന് പറയുമ്പോഴും സാജു പോളൊക്കെ വർഷങ്ങളായി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമായിരുന്നു ഈ പെരുമ്പാവൂർ എന്ന് പറയുന്നത്. പെരുമ്പാവൂര് സാജു പോൾ തോക്കാൻ 2016 കാരണം ഉണ്ടായത് ജിഷ കേസാണ്. അങ്ങനെയാണ് എൽദോസ് കുന്നപ്പള്ളി അവിടെ ആദ്യമായിട്ട് വിജയിച്ച് കയറുന്നത്. അങ്ങനത്തെ ഒരു കേസ് വന്നതുകൊണ്ടാണ്. ഇന്നൊരു പക്ഷേ സാജു പോൾ മത്സരിച്ചിരുന്നെങ്കിൽ സാജു പോളിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമായി പെരുമ്പാവൂർ മാറിയാണ്. പിന്നെ LDFന്റെ കാൻഡിഡേറ്റ് നിർണ്ണയം കുറച്ച് രീതിയിൽ പാളിപ്പോയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനാണ് ഇത്തവണ സീറ്റ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫ് എന്നൊരു കാൻഡിഡേറ്റ്, ബേസിൽ പോൾ എന്ന കാൻഡിഡേറ്റിനാണ് ഇത്തവണ സീറ്റ് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ സീറ്റ് എൽദോസ് കരയും ഒക്കുകയൊക്കെ ചെയ്തെങ്കിലും മനോജ് മൂത്തേടൻ എന്ന കാൻഡിഡേറ്റ് സ്ട്രോങ് ആണ്. അദ്ദേഹം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതാണ്. അദ്ദേഹം പാർട്ടി അടിസ്ഥാന ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അദ്ദേഹവും ഇതുപോലെ തന്നെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഹകരണ ബാങ്കിന്റെ സെക്യൂരിറ്റി ആയിരുന്നു. അതേ സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് പിന്നീട് അദ്ദേഹം മാറി. അദ്ദേഹം ഒരു എന്താ പറയാ ഒരു സ്ട്രോങ് ഫേസ് ആയിട്ടൊരു കാൻഡിഡേറ്റ് ആണ്. പിന്നെ ഈ മതപരമായിട്ടുള്ള ഈ മതസന്തുലിതാവസ്ഥ അതും UDFന്
ആ ഇക്വിലിബ്രിയം മാനേജ് ചെയ്യാനും ഒരു പരിധി വരെ മനോജ് മൂത്താണ് എന്ന കാൻഡിഡേറ്റ് കൊണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ എൽദോസ് കുന്നപ്പള്ളിയുടെ വിഭാഗം പാര വെക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പാര LDFന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, അത് പ്രതീക്ഷമായി വരുന്നില്ലെന്ന്. കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച ബാബു എന്ന കാൻഡിഡേറ്റ് ആ മണ്ഡലത്തിൽ 5 വർഷം, കാരണം 2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് തോറ്റത്. അതും ഈ സീറ്റ് വെച്ച് മാറിയതുകൊണ്ടൊക്കെ ബേസിസിലാണ്. പിന്നെ 2020 നല്ല രീതിയിൽ വോട്ട് പിടിക്കുന്ന നിയോജക മണ്ഡലമായിരിക്കും പെരുമ്പാവൂർ എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ തവണ ഇത്തവണ ഇന്ത്യയുടെ കൂടെ വന്ന 2020 അത് എത്രമാത്രം ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമോ, ഒരു പരിധി വരെയൊക്കെ ക്രിസ്ത്യൻ വോട്ടുകൾ ആ രീതിയിൽ പോവോ, അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആ രീതിയിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഒരു ചോദ്യമാണ്. പെരുമ്പാവൂരിൽ എനിക്ക് തോന്നുന്നു ഇത്തവണ മനോജ് മൂത്തയുടെ UDF കഴിഞ്ഞ തവണത്തെ ഏറെക്കുറെ ആ ഒരു ഭൂരിപക്ഷത്തിന് പല അട്ടിമറികൾക്കും സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമായിരുന്നു. പിന്നെ കാൻഡിഡേറ്റിന്റെ ബലവും ഈ LDFന്റെ അവിടുത്തെ ഇഷ്യൂ പബ്ലിക് അല്ലെന്നേ ഉള്ളൂ. പിന്നെ CPMകാർക്ക് ഇപ്പോഴും അരിവാൾ ചുറ്റിക്കൽ വോട്ട് ചെയ്യാത്തതിന്റെ ബുദ്ധിമുട്ടുണ്ട് ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് തന്നെ UDFനാണ് ഈ മണ്ഡലത്തിൽ വിജയസാധ്യത, ഒരു നേരിയ വിജയസാധ്യത കൂടുതലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പെരുമ്പാവൂരിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ എൽദോസ് കുന്നപ്പള്ളിയുടെ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ UDF തന്നെ വീണ്ടും നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അടുത്ത മണ്ഡലം അങ്കമാലിയാണ്. അങ്കമാലി നമുക്കറിയാം, അവിടെ സാജു പോളാണ് CPM സ്ഥാനാർത്ഥി. റോജി M. ജോൺ ഇപ്പോഴത്തെ MLA കോൺഗ്രസിന് വേണ്ടിയും. പ്രോമി കുര്യാക്കോസ് അദ്ദേഹം 2020. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? പ്രോമി കുര്യാക്കോസ് എന്ന് പറഞ്ഞാൽ ചേട്ടൻ അറിയാതിരിക്കത്തില്ല, റീൽ സ്റ്റാർ. റീലിലൊക്കെ വന്ന് ഒരുപാട് അദ്ദേഹത്തിന്റെ ഭാര്യ സീരിയൽ നടിയും ആ കുടുംബം ഫുള്ള് റീൽസ് വരെ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട്. പക്ഷെ റീല് കൊണ്ട് മാത്രം റിയൽ ആയിട്ടുള്ള പൊളിറ്റിക്സിൽ ജയിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് അങ്കമാലിയെ പറ്റി നമുക്ക് വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം. അതായത് ഈ ജോസ് തെറ്റേല് 2011 വിജയിച്ചൊരു മണ്ഡലം. 2011 ആ കൂടെ 3 സീറ്റ് ഈ എറണാകുളം ജില്ലയിൽ LDFന് കിട്ടിയിട്ടുള്ളൂ. ഒന്ന് പെരുമ്പാവൂര്, അങ്കമാലി, പിന്നെ വൈപ്പിൻ. ബാക്കിയെല്ലാം UDFന് അനുകൂലമായിട്ട് പോൾ ചെയ്തായിരുന്നു. അപ്പം ഇത്തവണ അവിടെ സംഭവിക്കുന്നത്, സാജു പോൾ നല്ലൊരു കാൻഡിഡേറ്റ് ആണ്, അതിൽ ആർക്കും ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം മത്സരിക്കുന്നത് റോജി M. ജോണിനെതിരെയാണ്. റോജി M. ജോൺ കണ്ണൂരുകാരനാണ് ശരിക്കും. കണ്ണൂരിൽ നിന്ന് വന്ന് അദ്ദേഹം അങ്കമാലിയിൽ NSU പ്രസിഡന്റായിട്ട് അങ്കമാലിയിൽ വന്ന് മത്സരിക്കുകയും ആദ്യത്തെ തവണ ജയിക്കുകയും രണ്ടാമത്തെ തവണ ഭൂരിപക്ഷം കൂട്ടുകയും ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം അദ്ദേഹം വിജയിക്കും ഉള്ള കാര്യം വളരെ ചുരുങ്ങിയ വാക്കിൽ പറയാം. അങ്കമാലി നിയോജകമണ്ഡലം ഇത്തവണ UDFന്റെ കൂടെ നിൽക്കാൻ പോകുന്ന നിയോജകമണ്ഡലം. കാരണം കാൻഡിഡേറ്റിനൊരു പോപ്പുലാരിറ്റി ഉണ്ട്. പിന്നെ UDFന് അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. UDF വേവ് വരികയാണെങ്കിൽ ഭൂരിപക്ഷം കൂടാനുള്ള സാധ്യതയിലുള്ള നിയോജക മണ്ഡലമാണ്. വലിയ അടിയൊരുക്കൊന്നും ഈ നിയോജക മണ്ഡലത്തിൽ കാണുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പം പല പഞ്ചായത്തുകളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനൊപ്പം നിന്നു. അങ്കമാലി മുനിസിപ്പാലിറ്റിനല്ല, UDFന്റെ ഒപ്പം തന്നെ നിന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു അത്ഭുതം കാണുന്നില്ല. റോജി M. ജോൺ കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കും. പിന്നെ കഴിഞ്ഞ 5 വർഷം, ആദ്യത്തെ 5 വർഷ ടേമിനെക്കാട്ടിലും അദ്ദേഹം കുറച്ചും കൂടെ മണ്ഡലത്തിൽ റോജി M. ജോൺ പോപ്പുലർ ആയത് ഈ കഴിഞ്ഞ 5 വർഷമായിരിക്കും. നിറഞ്ഞു നിന്നിട്ടുണ്ട് 5 വർഷമെന്ന് നമുക്ക് പല ന്യൂസ് ഐഡിയൽസിനും പലരോടും നമ്മൾ ചോദിക്കുമ്പോഴും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ റോജി M. ജോൺ തന്നെയായിരിക്കും അവിടെ വിജയിച്ചു വരിക അല്ലെ? അങ്കമാലിയിലെ പ്രധാനമന്ത്രിയായി റോജി M. ജോൺ തന്നെ വിജയിച്ചു വരാനാണ് അല്ലേ? അപ്പോൾ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ആലുവയിൽ ഇത്തവണ അറിയാം ആരിഫ് ആലപ്പുഴയിൽ നിന്ന് വരികയാണ്. അൻവർ സാദത്ത് അവിടെ MLA ആണ്. MA ബ്രഹ്മരാജ് BJP സ്ഥാനാർത്ഥിയാണ്. എന്താണ് അവിടുത്തെ സാധ്യത? വളരെ ഈസിയാണ്. ആലുവ എന്ന് പറയുന്നത് പഴയ ആലുവ അല്ല. 2006 മുമ്പുള്ള ആലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും UDFന്റെ കോട്ടയായിരുന്നു. 2006 മാത്രമാണ് എനിക്ക് തോന്നുന്നു ആലുവയിൽ ഒരു LDF കാൻഡിഡേറ്റ് വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷം പിന്നെ അൻവർ സാദത്ത് മത്സരിക്കാൻ തുടങ്ങി, അൻവർ സാദത്തിന് വിജയിക്കാനും തുടങ്ങി. ഇത്തവണ അൻവർ സാദത്തിന് തന്നെയാണ്. ആരിഫ് അരൂരിൽ നടത്തിയ ഗൗരിയമ്മയെ തോപ്പിച്ച് 2006 നടത്തിയ അട്ടിമറി പോലെ ഒന്നും ഇവിടെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അങ്ങനെ വലിയ അട്ടിമറി നടത്താൻ സാധിക്കുന്ന മണ്ഡലമല്ല ഇന്നത്തെ ആലുവ മണ്ഡലം. അതിന്റെ വലതു സ്വഭാവം കുറച്ചുകൂടെ കൂടുതലായിട്ടാണ് നമുക്കിപ്പോൾ കാണപ്പെടുന്നത്. ഇപ്പം UDFന്റെ ഉറച്ച കോട്ടകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം പറയും ഇരിക്കുമെന്ന്. ഒരു പക്ഷേ എനിക്ക് രണ്ടാമത് ഞാൻ പറയുന്നത് ആലുവയായിരിക്കും. കാരണം അത്രത്തോളം അതിന്റെ വലതു സ്വഭാവം വർദ്ധിച്ചിട്ടുണ്ട്. ഒരു കുലുക്കത്തിലും അത് ഉടനെ അടുത്ത കാലത്തൊന്നും അത് കുലുങ്ങത്തില്ല. ആലുവ പോയി കഴിഞ്ഞാൽ 135 മണ്ഡലങ്ങളും UDFന്റെ ഏറെക്കുറെ ഗോൺ. ഇന്നത്തെ ആലുവ, പഴയ ആലുവയല്ല, ഇന്നത്തെ ആലുവയുടെ കാര്യമാണ് പറയുന്നത്. ആരിഫ് ജയിക്കാൻ സാധ്യത കുറവാണ്.
അൻവർ സാദത്തേക്ക് തന്നെ ആലുവ എത്തുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. നമ്മള് എറണാകുളത്തേക്ക് വന്നപ്പം നമ്മളിപ്പോ സംസാരിക്കുന്ന മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ UDF സ്വഭാവം വളരെ തൃശ്ശൂരിൽ നിന്ന് വിട്ട് വന്നപ്പം വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതാണ്. തൃശ്ശൂരിലായപ്പോലും ഈ ചാലക്കുടി ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഈ തൃശ്ശൂർ എന്ന് പറഞ്ഞത് നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നു. തൃശ്ശൂർ എന്ന് പറയുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ആയാലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ഈ തൃശ്ശൂരിൽ ഒരു നല്ല മാർജിൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു ടൈറ്റ് മാർജിനെങ്കിലും UDF കൊടുക്കാൻ സാധിച്ചാൽ മാത്രമേ UDF ജയിക്കത്തുള്ളൂ. നമ്മൾ തൃശ്ശൂർ ജില്ല നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോയെങ്കിൽ 7-6 എന്നുള്ള രീതിയിലാണ്. 7 LDF-നും 6 UDF-നും എന്നുള്ള തിരിച്ചാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ആ രീതിയിലാണ് ടൈറ്റാണ് മീൻസ്. പക്ഷെ ആ തൃശ്ശൂര് ടൈറ്റായിട്ട് പിടിക്കാൻ സാധിക്കുകയും അതുപോലെ തന്നെ കോഴിക്കോട് നമ്മൾ പറഞ്ഞ ഒരു വേവ് UDF-ന് അനുകൂലമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ കംഫോർട്ടബിൾ ആയിട്ടൊരു സീറ്റിലേക്ക് UDF-ന് എത്താൻ സാധിക്കത്തുള്ളൂ. കാരണം തെക്കൻ ജില്ലകളിലേക്ക് എത്തുമ്പോൾ LDF-ന്റെ സ്വാധീനം കുറച്ചുകൂടെ വരും. അങ്ങനത്തെ ഒരു സാഹചര്യം, ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ തൃശ്ശൂർ ഇപ്പം ഈ ഒരു സാറ്റിസ്ഫൈഡ് വന്നു. എനിക്ക് തോന്നുന്നു എറണാകുളം ഏറെക്കുറെ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന മണ്ഡലങ്ങൾ പൂർണ്ണമായിട്ടും UDF-ന്റെ കൂടെ നിൽക്കുന്ന മണ്ഡലങ്ങളായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ. നമ്മൾ പറഞ്ഞത് ആലുവയെ കുറിച്ചായിരുന്നു. ആലുവ തീർച്ചയായിട്ടും UDF-ന്റെ കൂടെ തന്നെ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. ഇനി ഒരു മണ്ഡലം കൂടിയാണുള്ളത്, അത് കുന്നത്താണ്. ഇപ്പോൾ LDF-ന്റെ കയ്യിലാണ് ആ മണ്ഡലം ഉള്ളത്. മുഖരെ ശ്രീനിജനാണ് അവിടുത്തെ ഇപ്പോഴത്തെ MLA. മത്സരിക്കുന്നത് BP സജീന്ദ്രനാണ് കോൺഗ്രസിന് വേണ്ടി. ബാബു ദിവാകരനാണ് 2020. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? 2020 എന്തുകൊണ്ടൊരു വീക്ക് കാൻഡിഡേറ്റ്, അതും അടൂരിലെ ഒരു പഴയ കോൺഗ്രസ്സുകാരനെ കൊണ്ടുവന്ന് എന്തുകൊണ്ട് 2020 ഈ കുന്നത്തനാട് പോലെ അവർക്കൊന്നും ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സീറ്റില് അവരങ്ങനെ ഒരാളെ എന്തുകൊണ്ട് ഇട്ടു എന്നൊരു ചോദ്യമാണ്. കാരണം ആ മണ്ഡലംകാരനെ അല്ല. പക്ഷെ ഈ ശ്രീനിജൻ 5 വർഷം അവിടെ പ്രവർത്തിച്ചു. BP സജീന്ദ്രൻ തോറ്റതിന് ശേഷം പിന്നെ ആ മണ്ഡലത്തിൽ തന്നെ ആയിരുന്നു. വേറൊരു പരിപാടിക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നാണ് നമ്മൾ കേട്ടറിയുന്ന കാര്യം. അപ്പം അങ്ങനെ ഒരു മണ്ഡലത്തിൽ പെട്ടെന്നൊരു കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കുകയും അങ്ങനത്തെ ഒരു സാഹചര്യം വരികയും ചെയ്യുന്ന ഒരു അവസ്ഥയില് 2020 കഴിഞ്ഞ തവണ സുജിത്ത് പിടിച്ച 42,000 വോട്ടാണ് കഴിഞ്ഞ തവണ UDF-നെ ആ മണ്ഡലത്തിൽ തോൽപ്പിച്ചത്. 2020 അത്രയും വോട്ടുകൾ ഇത്തവണ അവിടെ പിടിക്കൂ എന്നതൊരു ചോദ്യമാണ്. അത്രയും വോട്ട് ഒരു കാരണവശാലും 2020 പിടിക്കാൻ സാധ്യത കുറവാണ്. ഐക്യനാടൊക്കെ അവർ ഫുള്ളായിട്ട് ഭരിക്കുന്നെങ്കിലും അതൊരു പഞ്ചായത്ത് ബേസ്ഡ് വികാരമാണ്. അത് നിയമസഭയിലേക്ക് എത്തുമ്പോൾ അത് ഒരു കാൻഡിഡേറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. ബാബു ദിവാകരൻ ഒരു കാൻഡിഡേറ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണല്ലോ വോട്ടുകൾ പോകുന്നത്. അപ്പം അദ്ദേഹം ആ മണ്ഡലത്തിൽ പോപ്പുലർ 2020 ഒരു പോപ്പുലാരിറ്റി ഉണ്ടായിരിക്കും. സാബുവൻ ജേക്കബിന് അവിടെ ഒരു പോപ്പുലാരിറ്റിയും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പക്ഷെ കാൻഡിഡേറ്റ് വെച്ച് നോക്കുമ്പോൾ 2020 ഒരു വീക്ക് കാൻഡിഡേറ്റിനെയാണോ ഇറക്കിയത് എന്നതൊരു ചോദ്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരിക്കലും അദ്ദേഹത്തെ പോലെ ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും കുന്നത്തനാട് തന്നെ മണ്ഡലത്തിന് അത്യാവശ്യം അറിയാവുന്ന ഒരു ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് കൊടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ ഇത്തവണത്തെ മത്സരം എന്ന് പറഞ്ഞാൽ UDF-ഉം LDF-ഉം ഏറെക്കുറെ ഡയറക്റ്റ് ആണ്. അതിൽ UDF-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 പോയ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് ഒരു നല്ല രീതിയിൽ ഇത്തവണ UDF-ലേക്ക് തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ PV ശ്രീനിജൻ നമുക്കറിയാം നല്ല കാശുകാരനായിട്ടൊരു സ്ഥാനാർത്ഥിയാണ്. ഈ SC ST മണ്ഡലങ്ങളിലൊന്നും വലിയ കാശുരുക്കൊന്നും ഉണ്ടാവില്ല. ശ്രീനിജന് അതിനുള്ള പക്ഷെ പണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല. അദ്ദേഹത്തിന് 5 കൊല്ലം ആ മണ്ഡലത്തില് ഒരു സ്പേസ് കുറവായിരുന്നു. മനസ്സിലായില്ലേ? 2020 ഒക്കെ ആധിപത്യവും അതും ഇതും അങ്ങനെ പല ഇഷ്യൂസും അങ്ങനെ അദ്ദേഹം നെഗറ്റീവായിട്ട് മാറിയാണ് അദ്ദേഹത്തിന്റെ സാഹചര്യത്തിൽ ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മറുനാടൻ മല ഈ ചെറിയ കാര്യത്തിനൊക്കെ പോലും കൊണ്ടുപോയി കേസ് കൊടുക്കുക, അങ്ങനത്തെ ഇഷ്യൂസും എല്ലാം മീൻസ് അതെല്ലാം അവിടുത്തെ സാധാരണക്കാരനായ മനുഷ്യർ ഉറ്റുനോക്കിയിട്ടുണ്ട്. ഞാൻ ശ്രീനിജൻ MLA ആയതിനു ശേഷം ഉള്ള ഒരു 2 വർഷക്കാലത്തോളം ഞാൻ ആ മണ്ഡലത്തിൽ 1.5 വർഷത്തെ കാലത്തോളം ഞാൻ ആ മണ്ഡലത്തിലെ കീഴിൽ വിടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തതാണ്. അപ്പം നമ്മൾ ഈ ചായ കുടിക്കാനൊക്കെ പോകുമ്പോഴും അന്നേ ഒരു 3-4 വർഷം മുമ്പ് തന്നെ ഒരു വികാരം ഉണ്ടായിരുന്നു. സജീന്ദ്രൻ ഭയങ്കര പാവമായിരുന്നു, ഒന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഇതിപ്പം എന്തൊക്കെയോ ചെയ്യുന്നു എന്നൊരു ഫീല്. പക്ഷെ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഉണ്ട്. നെഗറ്റീവായിട്ടുള്ളതായിരുന്നു ഒരു പക്ഷേ ഇച്ചിരി കൂടുതൽ അന്നത്തെ സമയത്ത്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ ഒരു UDF-ന് വേവ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 2020 കഴിഞ്ഞ തവണ അവർ സമാഹരിച്ച അത്ര വോട്ടുകൾ നേടാൻ സാധിക്കത്തില്ല. അത് UDF-ലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതൊരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും. പക്ഷെ സജീന്ദ്രൻ തന്നെയായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. VP സജീന്ദ്രൻ വിജയിക്കാൻ സാധ്യതയുള്ള ഒരു നിയോജക മണ്ഡലമായി നമുക്ക് വേണമെങ്കിൽ കുന്നത്തനാടിനെ നോക്കിക്കാണാം. കുന്നത്തനാടിൽ ഇത്തവണ ഒരു ചേഞ്ച് ഉണ്ടാവും, ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ് ജോയലിന്റെ വിലയിരുത്തൽ. അവിടെ VP സജീന്ദ്രൻ വരാനാണ് സാധ്യത
എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഇപ്പോൾ ഏകദേശം ഈ ഒരു ചാലക്കുടി മണ്ഡലം കഴിയുകയാണ്. ഇവിടെ ചാലക്കുടി മണ്ഡലം കഴിയുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. UDF 6 സീറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, LDF 1 സീറ്റ് മാത്രം, കയ്പമംഗലം മാത്രമാണ് ഉള്ളത് അല്ലേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. വരുമ്പോൾ വീണ്ടും UDF നില മെച്ചപ്പെടുകയാണ് ഈ ഒരു മണ്ഡലം. ഇത് ശരിക്കും ഇതിൽ ഏറ്റവും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഓൾമോസ്റ്റ് 6 സീറ്റിലും 20-20 ആണ് മത്സരിക്കുന്നത്. BJP ഒരു സ്ഥലത്ത് മാത്രമാണ് മത്സരിക്കുന്നത് അല്ലേ. അല്ല, ഇത് ഈ 7 മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ശക്തമായ കോട്ടയായിട്ടുള്ളത് കയ്പമംഗലമാണ്. LDF ഒരു ട്രെൻഡിൽ പോലും അത് മാറില്ല. ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു മണ്ഡലത്തില് മാറില്ല. എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് ആ തവണ ജയിച്ച സമയത്ത് കയ്പമംഗലം കൊടുത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടെയാണ് ഇന്നസെന്റ് അവിടെ ജയിച്ചത്. പക്ഷെ കൊടുങ്ങല്ലൂർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കൊടുങ്ങല്ലൂർ അല്ല ഇന്നത്തെ കൊടുങ്ങല്ലൂർ. അത് ട്രെൻഡിനൊപ്പം നിൽക്കും. അറിയാം, മാള മണ്ഡലത്തിന്റെ ഭാഗമാണ്. ഒരു UDF അനുകൂലമായിട്ടൊരു ട്രെൻഡ് വരുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ട്രെൻഡിനൊപ്പം നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലമായിട്ട് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇടത്തും കാൻഡിഡേറ്റ്സിന്റെ ഒരു മികവും UDF അപ്പർ ഹാൻഡും എല്ലാം കൂടെയാണ് മണ്ഡലത്തിനെ ഇങ്ങനെ ആക്കുന്നത്. ഇപ്പോൾ ആകെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ UDF 44 സീറ്റായിരിക്കുന്നു, LDF 33 സീറ്റായിരിക്കും. 11 സീറ്റിൻ്റെ ഡിഫറൻസ് ഇപ്പോൾ വന്നിരിക്കുന്നു. എറണാകുളം എത്തിയിട്ടില്ല, ഏകദേശം മധ്യ കേരളത്തോട് അടുക്കുകയാണ്. ഇനിയും കുറേ മണ്ഡലങ്ങളുണ്ട്, 9 മണ്ഡലങ്ങളോട് അത്യാവശ്യം വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ UDF കംഫർട്ടബിൾ ആയിട്ട് അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ അടുത്ത ദിവസം അടുത്ത മണ്ഡലങ്ങൾ കാണാം. നന്ദി, നമസ്കാരം.